Question number 7 ലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. Question വായിച്ചു നോക്കൂ. The amount of work done to break a big water drop of radius r into 27 small drops of equal radius is 10 joule. അതായത് ഒരു ബിഗ് ഡ്രോപ്പിനെ 27 സ്മോൾ ഡ്രോപ്പ് ആക്കി ഈക്വൽ റേഡിയസ് ഉള്ളതാക്കി മാറ്റാൻ വേണ്ട വർക്ക് 10 ജൂൾ എന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. The work done required to break the same big drop into 64 small drops of equal radius എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ചാപ്റ്റർ എന്ന് പറയുന്ന ഫ്ലൂയിഡ്സ് ആണ്. സോ ഫ്ലൂയിഡ്സ് എന്നുള്ള ചാപ്റ്ററിൽ സർഫസ് ടെൻഷൻ എന്നുള്ള ടോപ്പിക്കിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത് അല്ലേ. സർഫസ് ടെൻഷനിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട് വർക്ക് എന്ന് പറയുന്നത്. വർക്ക് ഡ്രോപ്പിനെ പൊട്ടിക്കാൻ വേണ്ട വർക്ക് എന്ന് പറഞ്ഞാൽ സർഫസ് ടെൻഷൻ ഇൻറ്റു ഇൻക്രീസ് ഇൻ ഏരിയ. സോ സർഫസ് ടെൻഷൻ എന്നുള്ള ടോപ്പിക്കിൽ നിന്നാണ് നമുക്ക് ഈ ചോദ്യം വന്നിരിക്കുന്നത്. സോ ഇവിടെ നോക്ക്, ഫസ്റ്റ് പറയുന്നുണ്ട് the amount of work done to break a big water drop of radius r into 27 small drop. അതായത് ഒരു ചെറിയ ഡ്രോപ്പ് വലിയ ഡ്രോപ്പിനെ പൊട്ടിച്ച് കുറേ ചെറിയ ഡ്രോപ്പ് ആക്കുന്ന സമയത്ത് വലിയ ഡ്രോപ്പിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ചെറിയ ഡ്രോപ്പിൻ്റെ റേഡിയസ് നമ്മൾ റിലേഷൻ എന്താ n⁻⁴ അല്ലേ. ഇതെങ്ങനെയാണ് വന്നതെന്ന് അറിയില്ലേ. വോളിയം ഈക്വേറ്റ് ചെയ്താൽ മതി. എങ്ങനെ വോളിയം ഈക്വേറ്റ് ചെയ്യുന്നത്? വലിയ ഡ്രോപ്പിൻ്റെ വോളിയം 4/3 പൈ ഇൻറ്റു ക്യാപിറ്റൽ r³ കെ. വലിയ ഡ്രോപ്പിൻ്റെ വോളിയം എന്ന് പറയുന്നത് n ഇൻറ്റു ചെറിയ ഡ്രോപ്പിൻ്റെ വോളിയം. സോ ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കിട്ടും ക്യാപിറ്റൽ R is equal to n⁻⁴ ഇൻറ്റു സ്മോൾ ആർ. നിർബന്ധമായിട്ട് റിസൾട്ട് ഓർത്ത് വെക്കുക. സോ ഇവിടെ എന്നിൻ്റെ വാല്യൂ 27 ആയതുകൊണ്ട് ക്യാപിറ്റൽ R is equal to 27⁻r വരുമ്പോൾ ക്യൂബ് റൂട്ട് അല്ലേ 3r is equal to ക്യാപിറ്റൽ R. സോ സ്മോൾ r is equal to r/3 എന്ന് കിട്ടും. ഇനി ഫസ്റ്റ് ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റിലേക്ക് മൂവ് ചെയ്യാം. 27 ഡ്രോപ്സ് ആക്കുന്ന സമയത്ത് ഇൻക്രീസിങ് ഏരിയ കണ്ടുപിടിക്കണം. അവിടെ ഉണ്ടാകുന്ന വർക്ക് 10 ജൂളാണെന്ന് ക്വസ്റ്റിൽ പറയുന്നുണ്ട്. സോ ഇൻക്രീസിങ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻക്രീസിങ് ഏരിയ is equal to 27 ഡ്രോപ്പിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 4 പൈ സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ r/3 അല്ലേ, അതിൻ്റെ സ്ക്വയർ മൈനസ് 4 പൈ ക്യാപിറ്റൽ r² വരും. സോ 27 ഇൻറ്റു 4 പൈ ക്യാപിറ്റൽ r² ഡിവൈഡ് ബൈ 3² 9 വരും. ക്യാൻസൽ ചെയ്താൽ ഇവിടെ 3 വരും അല്ലേ. സോ 3 ഇൻറ്റു 4 12 പൈ r² എന്ന് 4 പൈ r² കുറച്ചാൽ നമുക്ക് 8 പൈ r² കിട്ടും. ഇതാണ് ഫസ്റ്റ് കേസിലെ. സോ ഇതാണ് ഇൻക്രീസിങ് ഏരിയ. സോ വർക്ക് എന്ന് പറഞ്ഞാൽ സർഫസ് ടെൻഷൻ ഇൻറ്റു ഇൻക്രീസിങ് ഏരിയ അല്ലേ. വർക്ക് 10 ആണ്. സർഫസ് ടെൻഷൻ ഇൻറ്റു ഇൻക്രീസിങ് ഏരിയ 8 പൈ r² വരും. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഈ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടിയാൽ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇല്ലല്ലോ. ഇനി ചോദിച്ചിരിക്കുന്നത് എന്താ? വർക്ക് കണ്ടുപിടിക്കണം. എന്താണ്? റിക്വയർഡ് ടു ബ്രേക്ക് ദ സെയിം ബിഗ് ഡ്രോപ്പ് ഇൻറ്റു 64 സ്മോൾ ഡ്രോപ്പ്. 64 ഡ്രോപ്പ് ആക്കാൻ വേണ്ട വർക്ക് എത്രയാണെന്ന ചോദ്യം. സോ അവിടുത്തെ ഇൻക്രീസിങ് ഏരിയ എത്ര വരും? ഇവിടെ ഇതേപോലെ നിങ്ങൾ എന്നിന് എന്ത് കൊടുക്ക്? 64 കൊടുക്ക്. 64 കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ കിട്ടുക? ക്യാപിറ്റൽ R is equal to 64ൻ്റെ ക്യൂബ് റൂട്ട് 4 അല്ലേ. സോ R is equal to r/4 വരും. സോ ഇവിടെ ഇൻക്രീസിങ് ഏരിയ എടുക്കുന്ന സമയത്ത് 64 ഇൻറ്റു 4 പൈ r² എടുക്കുമ്പോൾ r² ഡിവൈഡ് ബൈ 60 എന്ന് വരും. അതിൽ നിന്ന് ഇതിനെങ്ങോട്ട് കിടക്കട്ടെ, ഇതിനവിടേക്ക് മാറ്റിയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ മൈനസ് 4 പൈ r² വരും. സോ 16 64 4 പ്രാവശ്യം. അപ്പോൾ 16 പൈ r², 16 പൈ r² നിന്ന് 4 പൈ r² കുറച്ചാൽ നമുക്ക് 12 പൈ r² കിട്ടും. സോ അവിടുത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ സർഫസ് ടെൻഷൻ ഇൻറ്റു 12 പൈ r² വരും. സോ രണ്ട് ഇക്വേഷൻസിൻ്റെയും റേഷ്യോ എടുക്കുക. W ഡിവൈഡ് ബൈ 10 is equal to S ക്യാൻസൽ ആവും. സോ 12 ഡിവൈഡ് ബൈ 8 എന്ന് വരും. സോ വർക്ക് is equal to 12 ഡിവൈഡ് ബൈ 10 ഇൻറ്റു 12 ഡിവൈഡ് ബൈ 8 ഇൻറ്റു 10 എന്ന് വരും. കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ 3, ഇവിടെ 2, കട്ട് ചെയ്താൽ ഇവിടെ 5. 5 ഇൻറ്റു 3 ദാറ്റ് വിൽ ഗീവ് 15 ജൂൾ എന്നുള്ള ആൻസറിലേക്ക് നമ്മൾ എത്തും. ആൻസർ ഈസ് ഓപ്ഷൻ 1. ചാപ്റ്റർ ഫ്ലൂയിഡ്സ് ഏരിയ സർഫസ് ടെൻഷൻ. താങ്ക് യു.